ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു നാഷണൽ മീഡിയ ഡ്രൈവ് ആണ് ഇപ്പോൾ ഉള്ളത്. ഗോവയിലാണ് ഞാനുള്ളത്. നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ വാഹന ബ്രാൻഡ് മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് സെഡാൻ ഡിസയറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ നാഷണൽ ഡ്രൈവിൽ നമുക്ക് ആദ്യം കിട്ടിയത് ശരിക്കും ഓട്ടോമാറ്റിക് പതിപ്പവരുടെ AGS ടെക്നോളജിയിലുള്ള വാഹനമാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാരുതി സുസുക്കി ഈ സെഡാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. 14 വർഷം കഴിയുന്നു. 27 ലക്ഷം യൂണിറ്റുകൾ അവർ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അപ്പോൾ പുത്തൻ എഞ്ചിനിൽ പുതിയ മേക്ക് ഓവറിൽ 2024 4th ജനറേഷൻ ഡിസയർ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ? സ്വിഫ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എഞ്ചിനുമായിട്ടാണ് ഡിസയർ എത്തുന്നത്. 1.2 ലിറ്റർ ഇസഡ് സീരീസ് എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം എത്തുന്നുണ്ട്. കെ സീരീസ് എഞ്ചിൻ റീപ്ലേസ് ചെയ്തിട്ട് അവരുടെ പുത്തൻ ടെക്നോളജിയിലുള്ള ഇസഡ് സീരീസ് എഞ്ചിനാണ് ഈ വാഹനത്തിലേക്കും വന്നിരിക്കുന്നത്. മാരുതി സുസുക്കിയുടെ മറ്റു വാഹനങ്ങളിലേക്കും ഇനി ഈ പുതിയ എഞ്ചിൻ അവർ കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിലെ CNG പതിപ്പും വാഹന നിർമ്മാതാക്കൾ നിരത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുത്തൻ ഡിസയറിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, പുത്തൻ ജനറേഷൻ ആകുമ്പോൾ എന്തൊക്കെ കൂടുതലായി കൊണ്ടുവരണമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അതിനനുസരിച്ച് അവർ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിസയറിന് 2024 വന്നിരിക്കുന്ന ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫേസ് ലിഫ്റ്റ് തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ മാരുതി സുസുക്കി ഡിസയർ ഇപ്പോൾ 11,000 രൂപ കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാം. മാരുതി സുസുക്കിയുടെ അരീന ഷോറൂമുകൾ വഴിയും ഓൺലൈനായിട്ടും ഒക്കെ തന്നെയും ഡിസയർ ബുക്ക് ചെയ്യാം. മാരുതി സുസുക്കി ഡിസയർ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ഇതിൻ്റെ വില പ്രഖ്യാപിക്കുന്നത് നവംബർ 11 അതിനു മുമ്പ് വാഹന നിർമ്മാതാക്കൾ അനുവദിച്ച ഒരു നാഷണൽ മീഡിയ ഡ്രൈവാണിത്. ഇത് ശരിക്കും ഗോവയിൽ വെച്ചാണ് നടക്കുന്നത്. മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ 44 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അവരുടെ ഒരു വാഹനത്തിന് ഗ്ലോബൽ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. ഗ്ലോബൽ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ US സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചിട്ടുള്ളതാണ്. ഇതിലാണ് ശരിക്കും 5 സ്റ്റാർ റേറ്റിംഗ് അഡൽട്ട് സേഫ്റ്റിക്കും 4 സ്റ്റാർ റേറ്റിംഗ് ചൈൽഡ് സേഫ്റ്റിക്കും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരത് NCAPലും ഈ വാഹനം മികച്ച സ്കോറിംഗ് നേടും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്നെന്ന് പറയാനുള്ളത്, ഈ വാഹനത്തിന്റെ വില നവംബർ 11 ഔദ്യോഗികമായി ഈ വാഹനം ലോഞ്ച് ചെയ്തു. 4 വേരിയന്റുകളിലാണ് ഈ വാഹനം എത്തുന്നത്. അടിസ്ഥാന വേരിയന്റായ LXI മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ വില തുടങ്ങുന്നത് 6,79,000 രൂപയ്ക്കാണ്. അപ്പോൾ ഇതിലെ 4 വേരിയന്റ് ഉണ്ട്. അപ്പം 6,79,000 രൂപ മുതൽ 9,69,000 രൂപ വരെയാണ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്റെ വില. AGS ടെക്നോളജി അഥവാ ഓട്ടോമാറ്റിക് പതിപ്പിന്റെ വില വരുന്നത് 8,42,000 രൂപ മുതൽ 10,14,000 രൂപ വരെയാണ്. ഇതെല്ലാം ഷോറൂം പ്രൈസ് മാത്രമാണ്. ഹൈബ്രിഡ് പതിപ്പിലും CNG പതിപ്പിലും കൂടി വാഹനം എത്തുന്നുണ്ട്. അപ്പം CNG പതിപ്പിന്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി വാഹന നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. 33.73 കിലോമീറ്റർ ഒക്കെയാണ് 1 കിലോ CNGയിൽ വാഹനം ഓടുന്നത്. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലൂടെ തന്നെ, അതായത് നമ്മളുടെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടേതായ വാഹനം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ആ ഒരു പ്ലാൻ പ്രകാരം വാഹനം സ്വന്തമാക്കണമെങ്കിൽ 18,248 രൂപ EMI നൽകിയാൽ മതി. പിന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് ഇതെന്ന് തീർച്ചയായിട്ടും പറയുന്നു. ശരാശരി 30,000 രൂപ വരെയൊക്കെയാണ് ഓരോ വേരിയന്റിനും ഹൈക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നുകൂടി എടുത്തു പറയുന്നു, ശ്രദ്ധിക്കുക. ഡിസംബർ 31 വരെയാണ്. ഇതൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. ഡിസംബർ 31 മുൻപ് വാഹനം ബുക്ക് ചെയ്താൽ മാത്രമേ ഈ വിലയ്ക്ക് നമുക്ക് ഈ പുത്തൻ ഡിസയർ സ്വന്തമാക്കാൻ സാധിക്കൂ.
1981 മാരുതി സുസുക്കി ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത്. 82 അവർ പ്രൊഡക്ഷൻ തുടങ്ങി. 1983 മാരുതി സുസുക്കി 800 ഇന്ത്യൻ വാഹന ലോകത്തേക്ക് അവതരിപ്പിച്ചു. 40 വർഷമായി അവർ തന്നെയാണ് ഈ ഒരു പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിലെ ഒരു ഡോമിനേറ്റിംഗ് ബ്രാൻഡ് എന്ന് തന്നെ പറയാം. ഇത്രയധികം വാഹന ബ്രാൻഡ് ഇവിടെ ഉണ്ടായിട്ടും ഒന്നാം സ്ഥാനം കാലങ്ങളായി നിലനിർത്താൻ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2008 ഡിസയർ മാരുതി സുസുക്കി അവതരിപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ആ വാഹനമാണ് ബെസ്റ്റ് സെല്ലിംഗ് സെഡാനായി ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, റോഡുകളിലൂടെ 27 ലക്ഷം ഡിസയറുകളാണ് റോഡുകളിലൂടെ ഇങ്ങനെ ഓടുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയ ഡിസയറിൽ ഏറ്റവും അധികം മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ മുൻഭാഗത്തേക്കാണ്. മുൻഭാഗത്തേക്ക് ഒരു ഹൊറിസോണ്ടൽ ട്രീറ്റ്മെൻറ്റാണ് അവർ നൽകിയിരിക്കുന്നത്. 5 സ്ലാറ്റ് ഗ്രിൽ എന്നാണ് വാഹന നിർമ്മാതാക്കൾ ഇതിനെ പറയുന്നത്. ശരിക്കും 5 സ്ലാറ്റിലുള്ള ഈ ഒരു ഗ്രിൽ അതിനോട് ഒരു ശരിക്കും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെയായിട്ട് സുസുക്കി ലോഗോ വന്നിരിക്കുന്നു. അതേപോലെ സ്ലീക്കായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള LED ക്രിസ്റ്റലൈൻ ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റുകൾ കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ടുണ്ട്. മുൻഭാഗം കൂടുതൽ വൈഡറായി തോന്നിയിരിക്കുന്നു. നേരത്തെയുള്ള ഡിസയറിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിരിക്കുകയാണ്. ബോർഡ് ലുക്കാണ്, സ്റ്റൈലിഷാണ്, വളരെ സ്ലീക്ക് ഡിസൈൻ ആണെന്നൊക്കെ തന്നെ പറയാം. അതേപോലെ തന്നെ ഹൂഡ് ഡിസൈനും കുറച്ചും കൂടി ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും അധികം ആകർഷണീയത തോന്നുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീഡിസൈൻഡ് അലോയ് വീലാണ്. സ്റ്റീലിലും വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ അത് 15 ഇഞ്ച് അലോയ് വീലാണ്. ചില മോഡലുകളിൽ താഴ്ന്ന വേരിയൻറ്റുകളിൽ 14 ഇഞ്ച് സ്റ്റീൽ വീലാണ് വരുന്നത്. പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന വലിയൊരു കാര്യം, വാഹനത്തിലേക്ക് 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന വേരിയൻറ്റിൻ്റെ വാഹനമാണ് എല്ലായ്പ്പോഴും ടെസ്റ്റ് ഡ്രൈവുകൾക്കായി തരുന്നത്. അപ്പം 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ, സൈഡ് ക്യാമറ ഇവിടെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്ടോ ഹോൾഡ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള ORVM ആണ് പുത്തൻ ഡിസയറിൽ വന്നിരിക്കുന്നത്. മോഡേൺ സ്ലീക്ക് കമാൻഡബിൾ എന്നാണ് പുത്തൻ ഡിസയറിൻ്റെ രൂപത്തെ മാരുതി സുസുക്കി വിളിക്കുന്നത്. ശരിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അങ്ങനെയാണെന്ന് തന്നെ നമുക്കും പറയാൻ പറ്റും. വാഹനത്തിൻ്റെ നീളം 3995 mm ആണ്. ഇതിൻ്റെ വീൽ ബേസ് 2450 mm ആണ്. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പൊക്കം 1525 mm ആണ്. വാഹനത്തിൻ്റെ വീതി 1735 mm ആണ്. ശരിക്കും 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ സെഡാന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 4.8 മീറ്ററാണ്. അതായത് 4.8 മീറ്റർ ടേണിംഗ് റേഡിയസ് ആണ് ഈ സെഡാനുള്ളത്. 37 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് മാരുതി സുസുക്കി ഡിസയറിൻ്റേത്. ശരിക്കും എയറോഡൈനാമിക്സിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു സെഡാൻ്റെ രൂപം, സൈഡ് പ്രൊഫൈൽ വളരെ നീളത്തിലുള്ള ഒരു വാഹനമായി തോന്നുന്നു. ഇനി റിയർ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഡിസയറിൻ്റെ റിയർ കാഴ്ച കൂടുതൽ സ്പോർട്ടിയാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. ബൂട്ട് ലിപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പോയിലറാണ് വന്നിരിക്കുന്നത്. ഇവിടെ നീളത്തിൽ ഇങ്ങനെ ഒരു ക്രോം സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. ഡിസയർ എന്നുള്ള ബാഡ്ജിങ്, സുസുക്കി എന്നുള്ള ബാഡ്ജിങ് ഒക്കെ തന്നെ വന്നിരിക്കുന്നു. ട്രയാങ്കുലർ LED റിയർ ലൈറ്റാണ് പുത്തൻ ഡിസയറിൽ വന്നിരിക്കുന്നത്. റിയർ ലൈറ്റ് ഡിസൈൻ മാറിയിരിക്കുന്നു. ഇവിടെയെല്ലാമായിട്ടും സെൻസേഴ്സ് കാണാം. ഈ വാഹനത്തിലേക്ക് 360 ഡിഗ്രി ക്യാമറ പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുത്തൻ ഡിസൈനെ മാരുതി സുസുക്കി വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ കൂടിയാണ്: ഫ്യൂഷൻ ഓഫ് ഫാഷൻ ആൻഡ് ഫങ്ഷൻ. 360 ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടാണ്. നല്ലൊരു കാര്യമായിട്ട് പറയാം. അതുപോലെ തന്നെ വളരെ ചെറുതാണെങ്കിലും സൺറൂഫ് വന്നിട്ടുണ്ട്. അതും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ വയർലെസ് ചാർജർ ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നു. അതും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. എന്തായാലും മാരുതി തങ്ങളുടെ ഈ ഒരു സെഡാൻ ലോകത്തെ അവരുടെ ഒരു സെയിൽസിൻ്റെ ആധിപത്യം ശരിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പുത്തൻ ജനറേഷന് കാലത്തിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അവർ ചെയ്തിരിക്കുന്നു.
തുടങ്ങിയ അന്നു മുതൽ ഈ ഒരു സെഗ്മെൻറ്റിലെ മേൽക്കോയ്മ അല്ലെങ്കിൽ ഏറ്റവും അധികം വാഹനം വിൽക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കിയുടെ ഈ ഒരു സെഡാൻ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ന് വിൽക്കുന്ന മൊത്തത്തിലുള്ള വാഹനത്തിൽ ശരിക്കും ബെസ്റ്റ് സെല്ലിങ്ങിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം കൂടിയാണ് മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന് പറയുന്നു. മൊത്തത്തിലുള്ള സെയിൽസ് വോളിയം, പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് വോളിയത്തിൽ ശരിക്കും 45% കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ ജാപ്പനീസ് ഓട്ടോമേക്കർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ മാരുതി സുസുക്കി ഓരോ വീട്ടിലെയും പേരാണ്, ഓരോ ജനഹൃദയങ്ങളിലേക്കും ആഴത്തിൽ ഇറങ്ങിയ ഒരു ബ്രാൻഡാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 4th ജനറേഷൻ ഡിസയർ എത്തുന്നത് 4 വേരിയന്റുകളിലാണ്. LXi, VXi, LXi, ZSi, അതുപോലെ തന്നെ ZSi പ്ലസ് എന്ന് പറയുന്നത് അടിസ്ഥാന വേരിയന്റിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ വാഹനം എത്തുന്നുള്ളൂ. VXiയിൽ മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും CNG പതിപ്പിലും എത്തുന്നുണ്ട്. ZSi എന്ന് പറയുന്ന വേരിയന്റിലും മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും CNG പതിപ്പിലും എത്തുന്നുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി നിർമ്മാതാക്കൾ വിശദമാക്കിയിട്ടുണ്ട്. അപ്പം മാനുവൽ ട്രാൻസ്മിഷന് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 24.79 കിലോമീറ്ററാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ AGS ടെക്നോളജിയിൽ വരുന്ന വാഹനത്തിന് 25.71 കിലോമീറ്റർ. അതുപോലെ തന്നെ 1 കിലോ CNGക്ക് ഈ വാഹനം നിങ്ങൾക്ക് 33.73 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. ഇങ്ങനെ ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ എഫിഷ്യൻസിയാണ് മാരുതി സുസുക്കിയുടെ ഡിസയറിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ബെസ്റ്റ് സെല്ലിംഗ് സെഡാനായി ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 4th ജനറേഷൻ ഡിസയർ എത്തുന്നത് 7 നിറങ്ങളിലാണ്. ഇതിൽ 3 നിറങ്ങളും പുതിയതായി അവതരിപ്പിച്ചതാണ്. അലൂറിംഗ് ബ്ലൂ എന്ന് പറയുന്ന മനോഹരമായ നിറമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇതോടൊപ്പം തന്നെ നട്ട്ബഗ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു നിറമുണ്ട്. വളരെ യുണീക്കായ റെയറായ ഒരു നിറം എന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ റെഡുമുണ്ട്. നിലവിൽ നേരത്തെയുള്ള ഡിസയറിലുള്ളത് റെഡ്, ബ്ലാക്ക്, ഗ്രേ, സിൽവർ. അപ്പം പുതുതായി 3 നിറങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഇസഡ് സീരീസ് എഞ്ചിനാണ് മാരുതി സുസുക്കി ഡിസയറിൽ എത്തുന്നത്. ഇസഡ് സീരീസ് എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിൻ, 1.2 ലിറ്റർ എഞ്ചിൻ രണ്ടാമതായി കൊണ്ടുവരുന്ന വാഹനം മാരുതി സുസുക്കി ഡിസയർ ആണ്. ആദ്യം ഈ വാഹനം അവർ അവതരിപ്പിച്ചത് മാരുതി സുസുക്കി സ്വിഫ്റ്റിലായിരുന്നു. രണ്ടാമതായിട്ട് ഇതിലേക്ക് അവതരിപ്പിച്ചു. ഇനി അവരുടെ വാഹന ശ്രേണിയിലേക്കെല്ലാം തന്നെ വരും എന്നാണ് അറിയുന്നത്. അപ്പോൾ ശരിക്കും പെട്രോൾ മോഡലുള്ള വാഹനത്തെയും CNG പവർ ട്രെയിനിലുള്ള വാഹനത്തെയും നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിനകത്തേക്ക് ഹീറ്റ് ടെക്നോളജിയൊക്കെ കൂടുതലായി ബെറ്ററായി വന്നിട്ടുണ്ട്. ഇതൊരു കോമ്പാക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇംപ്രൂവ്ഡ് തെർമൽ എഫിഷ്യൻസി വന്നിരിക്കുന്നു എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ പവർ 82 HP പവറും അതേപോലെ 112 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണുള്ളത്. അപ്പോൾ പെർഫോമൻസിനും ഫ്യൂവൽ എഫിഷ്യൻസിക്കും ഏറ്റവും മികച്ചതാണ് ഇസഡ് സീരീസ് എഞ്ചിൻ. ലോ എൻഡ് ടോർക്കിൽ നഗരയാത്രയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇസഡ് സീരീസ് എഞ്ചിൻ. ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിലും പെർഫോമൻസിനാണെങ്കിലും ഇവ മികച്ചതാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഡയമെൻഷനിൽ യാതൊരുവിധമായ മാറ്റങ്ങളും വന്നിട്ടില്ല. അപ്പം മാരുതി സുസുക്കി ഡിസയറിൻ്റെ ഒരു ബൂട്ട് സ്പേസ് 382 ലിറ്ററാണ്. ഇതിനകത്തേക്ക് 60/40 സ്പ്ലിറ്റ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ടാക്സി ക്യാബ് വിഭാഗത്തിൽ ലഗേജുകൾ സൂക്ഷിക്കാനുള്ള അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ് ഡിസയറിലേക്കുള്ളത്. 382 ലിറ്റർ ബൂട്ട് സ്പേസാണ് മാരുതി സുസുക്കി ഡിസയറിൻ്റേത്. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ഒരുപാട് വാഹന ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ട്. എങ്കിലും 4 പതിറ്റാണ്ടായി ഒറ്റൊരു വാഹന ബ്രാൻഡാണ് ഈ ഒരു മേധാവിത്വം തുടർന്നു പോകുന്നത്. അത് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ആണ്. 1981 തുടങ്ങി വ്യത്യസ്തമായ വാഹന ശ്രേണികൾ അവതരിപ്പിച്ച് ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ, ഇന്ത്യൻ വീടുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് കയറിക്കൂടിയ ബ്രാൻഡാണ് മാരുതി സുസുക്കി. ഈ ബ്രാൻഡിൻ്റെ ഡിസയർ എന്ന ബെസ്റ്റ് സെല്ലിംഗ് സെഡാൻ ഈ വാഹനത്തിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്രാൻഡുകളുടെ തന്നെയാണ് ശരിക്കും. ഹ്യുണ്ടായി ഓറ, ടാറ്റ ടിഗോർ, അതേപോലെ തന്നെ ഹോണ്ട അമേസ്. ഹോണ്ട അമേസിന് ഡിസംബർ 2024 പുത്തൻ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 വാഹനങ്ങളോടാണ് ശരിക്കും ഡിസയർ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും പിന്നോട്ടാകണ്ട എന്ന് കരുതി തന്നെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, ടെക്നോളജിക്ക് പ്രാധാന്യം നൽകി, പുതിയ രൂപഭംഗിയിൽ ഒക്കെ തന്നെയാണ് ഡിസയർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ എന്തൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, പുത്തൻ കാലത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നൽകിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമുക്ക് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ബ്ലാക്കും ബേജും കലർന്ന കളർ തീമിലാണ് മാരുതി സുസുക്കി പുത്തൻ ഡിസയർ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഈ ഒരു ഡാഷ്ബോർഡിലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു ലേയേർഡ് ഡിസൈനാണ്. ശരിക്കും ബ്ലാക്ക്, ബേജ്, പിന്നെ അലൂമിനിയം ഫിനിഷുള്ള ഒരു സ്ട്രിപ്പ് വന്നിരിക്കുന്നു. വുഡൻ ഫിനിഷിനോട് സാമ്യമുള്ള ഒരു ഇത് വന്നിരിക്കുന്നു. പിന്നെയും ബേജ് വന്നിരിക്കുന്നു. അപ്പം ഈ വാഹനത്തിൻ്റെ ലോവർ പോർഷൻ മൊത്തവും ബ്ലാക്കും ബേജും കൂടി വന്നിരിക്കുന്നു. അപ്പർ പോർഷൻ ഗ്രേയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ലൈറ്റ് ആംബിയൻസ് ആണ്, വളരെ പ്രീമിയം ഫീലൊക്കെ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഇതിൽ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 22.86 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിനകത്തേക്ക് മാരുതി സുസുക്കി കണക്റ്റഡ് ആപ്പ് ആയിട്ടുള്ള സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് വന്നിട്ടുണ്ട്. 40-ലധികം കണക്റ്റഡ് ഫീച്ചേഴ്സാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇങ്ങനത്തെ എല്ലാവിധ കാർ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോണുമായിട്ടൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം തന്നെ തന്നിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ്, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ശരിക്കും ക്യൂട്ടായ സ്റ്റിയറിംഗ് വീൽ, വളരെ ക്ലാരിറ്റിയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. പിന്നെ ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റിക് കൺട്രോളാണ് വന്നിരിക്കുന്നത്. സീറ്റ് അപ്പോൾസ്ട്രിയുടെ ഫിനിഷും ഫിറ്റും എല്ലാം നന്നായിരിക്കുന്നു. നല്ല സീറ്റിംഗ് കംഫർട്ട്. പിന്നെ ഡോർ പാനൽസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് എല്ലാം തന്നെയും നൽകിയിരിക്കുന്നു. അവിടേക്കും ബീജിൻ്റെ ഒരു എലിമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ക്രോമിലുള്ള ഒരു ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് AC വെൻറ്റുകളിലേക്കും ക്രോം എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം കുറേ ടോഗിൾസ് ഒക്കെ തന്നെയും കാണാം. ചാർജിങ് സൗകര്യം എല്ലാം തന്നെ വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഉയർന്ന വേരിയൻറ്റുകളിൽ വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്. പുതുതായിട്ട് അവർ കൊണ്ടുവന്ന സൗകര്യങ്ങളാണിത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സൺറൂഫ്, ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൺറൂഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മുൻനിരയിലെ വിശേഷങ്ങൾ. ഡിസയറിൻ്റെ 2ാം നിരയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്, ഇതിൽ ആദ്യമായിട്ടാണ് അവരൊരു സൺറൂഫ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സൺറൂഫിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ ഇവിടേക്ക് വരെയും വരുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ഹെഡ് റൂമിന് വേണ്ടിയിട്ട് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിൻ്റെ തല ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വീണ്ടും ഒരു കുറച്ച് കർവ് കൊടുത്തിട്ട് അവരെ പഴയ ഒരു ഹെഡ് റൂം തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിൻനിരയിലായിട്ട് 2 ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡറായിട്ടും ഹാൻഡ് റെസ്റ്റായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. 2450 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ്. എന്നാൽ ഈ സീറ്റുകളിലെ നമുക്ക് 60-40 സ്പ്ലിറ്റ് ഒന്നുമില്ല. ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കാനും സാധിക്കില്ല. 362 ലിറ്റർ തന്നെയാണ് ബൂട്ട് സ്പേസ്. മറ്റൊന്ന് പറയാനുള്ളത്, ശരിക്കും വിശാലമായി 3 പാസഞ്ചേഴ്സിന് സുഖമായി ഇരിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. റിയർ പാസഞ്ചേഴ്സിന് വേണ്ടി ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗുകൾ ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നു. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. എല്ലാ സീറ്റുകൾക്കും അവർ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു പുത്തൻ ഡിസയർ എന്ന് തന്നെ പറയാം. കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ യാതൊന്നിലും അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ മാരുതി സുസുക്കിയും തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുത്തൻ ഡിസയർ. ഡിസയറിലേക്ക് മോഡേൺ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. കണക്റ്റഡ് കാർ ടെക്നോളജികളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ തന്നെ കണക്റ്റഡ് ആപ്പായ സുസുക്കി കണക്റ്റ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. 40-ലധികം ഫീച്ചേഴ്സാണുള്ളത്. അപ്പോൾ ശരിക്കും ഈ വാഹനത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നമുക്ക് അറിയാൻ പറ്റും. വാഹനത്തിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. എത്ര ദൂരം ഓടിയെന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ വേഗത അറിയാൻ പറ്റും. ഇതിനകത്തേക്ക് സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി
സെക്യൂരിറ്റി അലർട്ടുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ റിമോട്ടായിട്ട് നമുക്ക് വാഹനം ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫോണിലൂടെ തന്നെ വാഹനത്തിൻ്റെ സർവ്വവിധ കാര്യങ്ങളും അറിയാൻ പാകത്തിലായിട്ട് അവർ സുസുക്കി കണക്ട് ആപ്പ് ഇതിനകത്തേക്ക് നൽകിയിട്ടുണ്ട്. നല്ല കാര്യമായിട്ട് തന്നെ പറയുന്നു. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. വാഹനത്തിലേക്ക് ക്രൂയിസ് കൺട്രോൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്നത് AGS ടെക്നോളജിയിലുള്ള വാഹനമാണ്. 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. ഏറ്റവും ആപ്റ്റായിട്ട് ഇത് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഹെക്ടിക് ട്രാഫിക്കിലൂടെ അല്ലെങ്കിൽ സിറ്റിയിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യാനാണ്. ശരിക്കും കുറഞ്ഞ സ്പീഡിൽ ഒരു ബെസ്റ്റ് പെർഫോമറാണ് ഈ വാഹനം. അതേപോലെ തന്നെ നമുക്ക് വലിയ സ്പീഡുകളിലേക്കും വാഹനത്തിൻ്റെ ഒരു കുതിപ്പ് പറയുന്നു. ഫ്യൂൽ എഫിഷ്യൻസി ഏറ്റവും മികച്ചതായി നൽകുന്ന ഒരു വാഹനമാണ് ഈ Z സീരീസ് എഞ്ചിൻ, പുത്തൻ എഞ്ചിൻ. അപ്പം Z12 എന്നാണ് ഈ വാഹനത്തിൻ്റെ പുത്തൻ എഞ്ചിൻ്റെ കോഡ് നെയിം. എഞ്ചിൻ നോയ്സ്, ക്യാബിൻ ഒരുവിധം നല്ല സൈലൻ്റ് ആണെന്ന് തന്നെ പറയുന്നു. അതുപോലെ തന്നെ സസ്പെൻഷൻ മികച്ചതാണ്. യാതൊരു വിധമായ ബോഡി റോളും ഇല്ല. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്ററിനടുത്താണ് ഈ വാഹനം ഓടിച്ചത്. രാവിലെ തുടങ്ങിയ ഒരു റൈഡാണ്. അപ്പോൾ മാരുതി സുസുക്കി ഡിസയർ ഓരോ കുടുംബത്തിനും ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാരുതി സുസുക്കി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് AGS ടെക്നോളജി, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ടെക്നോളജി എന്നാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം. ശരിക്കും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ച് കൺട്രോളും എല്ലാമാണ് ഇതിനകത്തേക്ക്. ശരിക്കും സാധാരണ ഉള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനത്തെക്കാൾ ലെസ് എക്സ്പെൻസീവ് ആണ് ഈ ടെക്നോളജി വെച്ച് ഉള്ള വാഹനത്തിൽ നമ്മളുടെ ഒരു ചിലവെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഇതിൻ്റെ ഒരു AGS ടെക്നോളജി ഏറ്റവും ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കുന്നത് നഗരയാത്രയിലാണ്. 1.2 ലിറ്റർ 3 സിലിണ്ടർ Z സീരീസ് എഞ്ചിൻ ക്രീപ്പർ മോഡിലൂടെ പോകാൻ ഒരു ബെസ്റ്റ് പെർഫോമർ ആണെന്ന് തന്നെ അർത്ഥം. അതുപോലെ തന്നെ ആക്സലറേഷനിലും അത് അതിൻ്റെതായ കഴിവ് തെളിയിക്കുന്നു. 400 RPM താഴെ എല്ലായ്പ്പോഴും മികച്ച പെർഫോമറാണ് ഈ വാഹനം. അപ്പോൾ നമ്മൾ ഈ AGS ടെക്നോളജിയിലുള്ള, അതായത് ഈ ഓട്ടോമാറ്റിക് പതിപ്പ് 5 സ്പീഡ് ഓട്ടോമാറ്റിക് പതിപ്പ് വാഹനവും ഓടിച്ചുകൊണ്ട് രാവിലത്തെയുള്ള ഒരു സ്കൂൾ ടൈമിൽ ഗോവയിലൂടെ ഇങ്ങനെ പോയപ്പോൾ ശരിക്കും സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഒരു ബെസ്റ്റ് പെർഫോമർ തന്നെയാണ് ഈ വാഹനം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ബെസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി. ഈ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇതിപ്പം മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും, അതുപോലെ തന്നെ 1 കിലോ CNGക്ക് അവർ പറയുന്നത് 33 ഒക്കെയാണ് പറയുന്നത്. ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കണക്കുകളൊക്കെ ആണെങ്കിലും ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. വലിയ സിലിണ്ടറാണ്. അതിനകത്തേക്ക് ഹീറ്റ് എഫിഷ്യൻസി ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പം എല്ലാ അർത്ഥത്തിലും കൂടുതൽ നമ്മളിപ്പം ചിന്തിക്കും, അയ്യോ നേരത്തെ അത് 4 സിലിണ്ടർ ആയിരുന്നില്ലേ, ഇപ്പോൾ 3 സിലിണ്ടർ ആണോ, ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ ഇത് ബാധിക്കുമോ? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ബെസ്റ്റ് ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് സ്വിഫ്റ്റിനെ പോലെ തന്നെ ഡിസയറിലും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ NVH ലെവൽസ് മികച്ചതാണ്. മികച്ച ഒരു ആർക്കിമീസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം വേണ്ട വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു കാർ എന്ന് പറയാം. ശരിക്കും നമ്മൾ പൈസ വസൂൽ എന്നൊക്കെ പറയും, ഹിന്ദിക്കാർ പറയുന്നത് പോലെ. അപ്പം അഫോർഡബിൾ ആണ്, ബെസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതൊരു ടാക്സി ക്യാബ് വിഭാഗത്തിലേക്ക് പോയാലും ഒക്കെ തന്നെ ഒരു മികച്ച ചോയ്സ് ആണ് ഡിസയർ. വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 4.8 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ വാഹനം കൊണ്ടുപോകാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഗോവയിലെ വെർണയിലൂടെ വിജനമായ റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ആക്സലറേഷൻ ഒന്ന് നോക്കാം. ശരിക്കും ഹൈ സ്പീഡുകളിൽ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ശരിക്കും നമ്മളിപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ശരിക്കും വെഹിക്കിൾ കൺട്രോളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് 100 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് വാഹനം എങ്ങനെ ബ്രില്യൻറ്റ്, കൃത്യമായിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ബ്രേക്കിംഗ് കേപ്പബിലിറ്റിയാണ് ഡിസയറിന് എന്ന് തീർച്ചയായിട്ടും പറയുന്നു. സിറ്റി റൈഡുകളിൽ മാത്രമല്ല, ക്രീപ്പർ മോഡിൽ മാത്രമല്ല, ഹൈവേകളിലും പിന്നെ ഉയർന്ന സ്പീഡിലും ഒക്കെ തന്നെ ആപ്റ്റാണ് മാരുതിയുടെ Z സീരീസ് 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് തീർച്ചയായിട്ടും പറയുന്നു. പുത്തൻ ഡിസയറിനെ കുറിച്ച് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു നാഷണൽ മീഡിയ ഡ്രൈവിൽ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.